Hi guys, so this will be a short introduction about art and culture for UPSC. Art and culture is an important part of UPSC Civil Services examination, which is primarily covered under the Prelims General Studies Paper 1 and Mains General Studies Paper 1. And it includes topics from ancient to modern Indian cultural heritage, emphasizing historical and artistic aspects. ഇനി എന്തുകൊണ്ടാണ് ആർട്ട് ആൻഡ് കൾച്ചർ UPSCക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. ഫസ്റ്റ് വെയിറ്റേജ് ഇൻ പ്രിലിംസ് ആണ്. എല്ലാ വർഷവും ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പാർട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എവറി ഇയർ അറൗണ്ട് 5 to 10 ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഫ്രം ദി സെക്ഷൻ. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻസിൻ്റെ ഒരു റെലവൻസ് ആണ്. ഇറ്റ് ഫോംസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് GS പേപ്പർ 1, particularly in questions related to heritage, architecture, literature and performing arts. നെക്സ്റ്റ് ഇതിൻ്റെ എസ്സേയിലും ഇൻ്റർവ്യൂവിലുള്ള റെലവൻസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഹെൽപ്സ് ഇൻ റൈറ്റിംഗ് എസ്സേസ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ നമുക്കിനി ഇതിൻ്റെ കീ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ആർട്ടാണ്. നമുക്ക് അവിടെ കുറച്ച് റോക്ക് കട്ട് കേവ്സിനെ പറ്റിയിട്ടും പിന്നെ ടെമ്പിൾ ആർക്കിടെക്ചേഴ്സ്, സം സ്കൾപ്ചേഴ്സ്, പെയിൻറ്റിങ് ട്രഡീഷൻസ് എല്ലാം ഇതിൽ പെടും. പിന്നെ പെർഫോമിംഗ് ആർട്സ് ആണ്. ഇത്തിരി ക്ലാസിക്കൽ ഡാൻസസും ഭരതനാട്യം, കഥകളി, കഥക് എക്സെട്ര, ഫോക്ക് ഡാൻസ്, മ്യൂസിക്, ഇന്ത്യൻ തിയേറ്റർ ആൻഡ് പപ്പട്രി എക്സെട്ര. പിന്നെ ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജസ് ആണ്. ഏൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ്, വേദാസം, ഉപനിഷത്തും, ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ ടെക്സ്റ്റ് ഒക്കെ ഇതിൽ പെടും. മിഡീവൽ ലിറ്ററേച്ചർ, എസ്പെഷ്യലി ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻസ്. പിന്നെ മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറും അതിൻ്റെ ഇമ്പാക്ട്സൊക്കെ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. അതിൽ സം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, ഫെസ്റ്റിവൽസ്, കസ്റ്റംസ്, ഇൻഫ്ലുവൻസ് ഓഫ് കൾച്ചർ ഓൺ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ എക്സെട്ര. പിന്നെ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ് ആണ്. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, ഇസ്ലാം, സിഖിസം ആൻഡ് അതർ ട്രഡീഷൻസ്. പിന്നെ സ്കൂൾ ഓഫ് ഫിലോസഫി, വേദാന്ത, അങ്ങനത്തെ കുറച്ച് ഫിലോസഫീസൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന് മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക NCERT തന്നെയായിരിക്കും. ക്ലാസ് 11 ഫൈൻ ആർട്സ് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ NCERTs ആർ മോർ ദാൻ ഇനഫ്. പിന്നെ നിതിൻ സിംഗാനിയുടെ ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ഉണ്ട്. ആൻഡ് ഐ വോണ്ട് റെക്കമെൻഡ് ദാറ്റ് ബിക്കോസ് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ എക്സസീവായിട്ടുള്ളൊരു ഫാക്ച്വൽ ഇൻഫർമേഷനാണ്. അതായത് ദ ബുക്ക് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഫാക്ച്വൽ ഡീറ്റെയിൽസ് വിച്ച് ക്യാൻ ബി ഓവർവെൽമിങ്. ആൻഡ് UPSC ജനറലി ആസ്ക് ഒരു കോൺസെപ്ച്വൽ ആൻഡ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും UPSC കൂടുതലും ഒരു ഫാക്ച്വൽ റീകോളിനേക്കാളും ചോദിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് സം ടോപ്പിക്സ് ലൈക്ക് ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ ആർ നോട്ട് സ്ട്രക്ചർഡ് ഇൻ എ സീംലെസ് മാനർ, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് എ ക്രോണോളജിക്കൽ കണ്ടിന്യൂറ്റി. സോ ലൈക്ക് ഐ സെഡ് ഏർലിയർ, NCERTs തന്നെ മോർ ദാൻ ഇനഫ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഏൻഷ്യൻ ഇന്ത്യൻ ആർക്കിടെക്ചർ ആണ്. വിൽ ബി ഡീലിംഗ് വിത്ത് സം ടെമ്പിൾസ്, റോക്ക് കട്ട് കേവ്സ്, സ്തൂബാസ് എക്സെട്ര. പിന്നെ ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം, കഥക്, ODC, സംതിങ് എക്സെട്ര. പിന്നെ ഇന്ത്യൻ പെയിൻറ്റിങ്സ്, ഫോക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഫെസ്റ്റിവൽസ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ആർട്ട് ആൻഡ് കൾച്ചറിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.